ഹലോ നമസ്കാരം. ഇന്നൊരു അടിപൊളി ദീപാവലി സ്പെഷ്യൽ ക്രാഫ്റ്റ് വീഡിയോ ആണ്. ചിരട്ട കൊണ്ട് 4 രീതിയിൽ 4 ഐറ്റംസ് യൂസ് ചെയ്തിട്ട് 4 കിടു ദിവാലി ഡെക്കറേഷൻ ഐഡിയാസ് ആണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പായിട്ട് എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഹാപ്പി ദിവാലി. അപ്പം ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ 4 ചിരട്ടകൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ സാൻഡ് പേപ്പർ വെച്ചിട്ട് ഒന്ന് ഉരച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ ഐഡിയയിലേക്ക് പോവാം. ഒരു ചിരട്ട ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഉള്ളിലെ വശത്തും പുറത്തും ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വേണം കിട്ടാനായിട്ട്. ഇനി ഇതിൻ്റെ പുറം ഭാഗത്ത് ബ്ലാക്ക് അക്രിലിക് പെയിന്റ് കൊണ്ട് ഒരു കോട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് കംപ്ലീറ്റ് കൊടുത്തിട്ട് ഇപ്പോൾ ഉണക്കിയെടുത്തിട്ടുണ്ട്. അടുത്തത് ഞാൻ ഒരു മെറ്റാലിക് ഗോൾഡൻ കളർ എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഇതിൻ്റെ അകത്താണ് കൊടുക്കുന്നത്. ഒരു ചെറിയൊരു ലെയർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി ഡെക്കറേഷൻസ് എല്ലാം നമുക്ക് പുറം ഭാഗത്താണ് ചെയ്യേണ്ടത്. വൈറ്റ് കളർ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഇതിൻ്റെ പുറത്ത് വരച്ചു കൊടുക്കാം. ഞാൻ ബ്ലാക്കും വൈറ്റും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് വൈറ്റ് എടുത്തത്. എന്നിട്ട് ഈ വൈറ്റിൻ്റെ അകത്ത് നമുക്ക് വേറെ ഓരോ കളേഴ്സായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം, ഡോട്ട്സ് എല്ലാം ഇട്ടിട്ട്. ബ്രഷിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് റെഡ് കളർ വെച്ചിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തത് തീപ്പട്ടിക്കൊള്ളി വെച്ചിട്ട് ബ്ലൂ ഡോട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിരട്ടകൾ കൊണ്ട് പല രീതിയിലുള്ള ദിയ ഡെക്കറേഷൻ ഐഡിയാസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഫസ്റ്റ് ഐറ്റം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്യണം. അതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇനി രണ്ടാമത്തെ ഐഡിയയിലേക്ക് പോവാം. ഞാനിവിടെ ക്ലീൻ ആക്കിയിട്ടുള്ളൊരു ചിരട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗ്ലൂ ആണ്. ഫെവിക്കോളോ ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ വൈറ്റ് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കുറച്ച് ഗ്ലിറ്റർ പൗഡറാണ്. പിന്നെ ഞാനിവിടെ ഗ്രീൻ കളറിലുള്ള പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണുള്ളോ അതെടുക്കാവുന്നതാണ്. എന്നിട്ട് ചിരട്ടയുടെ മുകൾ ഭാഗത്ത് ഇതേപോലെ ഞാൻ ഗമ്മ് തേച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ലെയറിലാണ് ആദ്യം തേച്ച് കൊടുക്കുന്നത്. ഇനി ഈ ഗ്ലിറ്റർ പൗഡർ ഗമ്മിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. താഴെ ഒരു പേപ്പർ വെച്ച് കൊടുത്തിട്ട് വേണം ഇതുപോലെ സ്പ്രെഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ലെയർ ഫുള്ള് ഗ്ലിറ്റർ പൗഡർ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ഷൈനിങ് ഉണ്ട് ആ ഒരു ഗ്രീൻ കളർ ആയതുകൊണ്ട് തന്നെ. ഇനി ഇത് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തും ചെയ്തു കൊടുക്കണം. ഇപ്പോൾ ഇത് അകത്തും പുറത്തും എല്ലാം നമ്മൾ ഗ്ലിറ്റർ പൗഡർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ഐഡിയയും കംപ്ലീറ്റ് ആയി. ഇനി മൂന്നാമത്തേത് നോക്കാം. അതിനായിട്ട് ഞാൻ അവിടെ ചിരട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പിസ്ത ഷെൽസ് ആണ്. ചിരട്ടയുടെ ഉൾവശത്ത് ഞാൻ റെഡ് കളറിൽ ഒരു ലെയർ കൊടുത്തിട്ടുണ്ട് അക്രിലിക് പെയിന്റ് വെച്ചിട്ട്. ഇനി ഫെവി ബോണ്ട് വെച്ചിട്ട് ഈ ഷെൽസ് എല്ലാം നമുക്ക് ചിരട്ടയുടെ പുറം ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം.
ഞാനൊരു 2 ലെയറിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. 3ഓ 4ഓ ഒക്കെ ആകുമ്പോൾ ഒന്നുകൂടി ഭംഗിയാവും. അപ്പോൾ ഞാൻ 2ൽ വെച്ചിട്ട് നിർത്തുകയാണ്. ഇനി ഈ ഷെൽസിനെല്ലാം നമുക്ക് റെഡ് കളർ പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു റെഡ് ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് പോലെ ഉണ്ട്. അപ്പോൾ 3ാമത്തെ ഐഡിയയും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐഡിയ നോക്കാം. ലാസ്റ്റ് ഐഡിയ ചെയ്യാനായിട്ട് ഞാൻ ചിരട്ട ക്ലീൻ ആക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ എടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് കളർ പേപ്പറാണ്. ഏത് കളറായാലും കുഴപ്പമില്ല. എന്നിട്ട് ഞാനിതാ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ എല്ലാ പീസസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ കത്രിക വെച്ചിട്ട് ഒന്ന് ഫ്ലെക്സിബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഇതളുകളെല്ലാം ഒരു ചിരട്ടയുടെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കാം. ഇതാ വീണ്ടും നമുക്കൊരു അടിപൊളി ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ 2-3 ലെയർ ആയിട്ട് പല കളറിലൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളിയാവും. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഐഡിയയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് മെയിൻ പരിപാടി. ഇതിൻ്റെ അകത്തെല്ലാം ലൈറ്റ് കൂടി കത്തിച്ചു കൊടുത്താലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ക്യാൻഡിൽസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ വാങ്ങിച്ചതാണ്. 1-ന് 5 രൂപയുള്ളൂ. ഇതിന് പകരമായിട്ട് നമുക്ക് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റ് കിട്ടും. ഫാൻസിയിലെല്ലാം അവൈലബിൾ ആണ്. 1-ന് 10 രൂപയും കണ്ടുള്ളൂ. അപ്പോൾ അതായാലും എടുക്കാവുന്നതാണ്. ചിരട്ടയിൽ ഈ ക്യാൻഡിൽസ് അങ്ങനെ അങ്ങ് വെച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു പരിപാടി കൂടി ചെയ്യാനുണ്ട്. ഞാൻ കുറച്ച് കല്ലുകൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഈ ചിരട്ടയുടെ അകത്തായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. ഇനിയിപ്പോൾ മണ്ണാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഈ ക്യാൻഡിൽസ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മൾ ക്യാൻഡിൽസ് കത്തിക്കുന്ന സമയത്ത് ചെയ്തിട്ടുള്ള ഡിസൈൻസ് ഒക്കെ കറക്റ്റായിട്ട് കാണുള്ളൂ. ഇല്ലെങ്കിൽ ആ ചിരട്ടയുടെ അടിഭാഗത്ത് മാത്രമായിട്ട് പോകും ഈ ലൈറ്റ്. അപ്പോൾ ആ ഡിസൈൻസ് കൂടി ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊക്കി വെച്ച് കൊടുക്കണം. ഇപ്പം ഞാൻ ക്യാൻഡിൽസ് എല്ലാം കത്തിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ദിവാലി സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ 4 കിടിലൻ ഐഡിയാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഇരുട്ടിൽ വെച്ചിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട്. നല്ലൊരു അടിപൊളി ഡെക്കറേഷനാണ്. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. ദിവാലിക്ക് ഡെക്കറേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന കാര്യമാണ് ചിരട്ട. അപ്പോൾ ചിരട്ട കൊണ്ട് നമ്മൾ 4 രീതിയിലാണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. ഇതിനോരോന്നിനും അതിൻ്റേതായ ഭംഗിയുണ്ട്. അപ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് എല്ലാം ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.